നമുക്കൊരു ടൈം ട്രാവൽ മെഷീൻ കിട്ടിയാൽ എങ്ങനെയുണ്ടാവും? നമുക്കെല്ലാം അതിൽ കയറി യാത്ര പോയാലോ? ഒരു പഴയ കാല യാത്ര, ഭൂതകാലത്തേക്കുള്ള ഒരു യാത്ര. നമ്മുടെ കുട്ടികളെയും എല്ലാവരെയും ഒപ്പം കൂട്ടിക്കോളും. നമുക്ക് പോകാം. കടലുകൾ കടന്ന് മലകൾ താണ്ടി നമുക്ക് പോകാം. നമ്മുടെ കാലത്ത് സാധാരണയായി നമ്മൾ കണ്ടിരുന്ന ആ ലോകം ഇപ്പോൾ വാക്കുകൾ കൊണ്ടുപോലും നമ്മൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റാത്തത്ര ദൂരെ ആയിപ്പോയി എന്ന് നമുക്ക് തോന്നുന്നുണ്ടോ? ഭൂതമുണ്ടെന്ന് വിശ്വസിച്ചിരുന്ന പൊട്ടക്കിണറും നമ്മൾ താണ്ടിയ മൺപാതകളും നമ്മൾ കളിച്ച കളികളും ഒക്കെ പറയുമ്പോൾ നമ്മൾ മറ്റേതോ ലോകത്ത് നിന്ന് വന്നതുപോലെ അവർ നമ്മളെ നോക്കാറുണ്ടോ? മനോഹരമായൊരു ചിത്രം പോലെ മനസ്സിൻ്റെ ഏതോ കോണിൽ നമ്മൾ സൂക്ഷിച്ചിരുന്ന നമ്മുടെ മനോഹരമായ ഓർമ്മകൾ. അതിൻ്റെ പേരാണോ നൊസ്റ്റാൾജിയ? ഈ കളി നിങ്ങൾ കളിച്ചിട്ടുണ്ടോ? ഇതുപോലെ ഒരുപാട് കളികളും അനുഭവങ്ങളും ഒക്കെ ഇല്ലേ? നമുക്കതൊന്ന് ചർച്ച ചെയ്താലോ? ഇത് ഒരുപാട് വർഷം പുറകിലേക്കുള്ള യാത്രയല്ല കേട്ടോ, ഒരു 10-25 വർഷം പുറകിലേക്കുള്ള യാത്ര. മില്ലേനിയൽസിൻ്റെ യാത്ര എന്ന് പറയുന്നതാവും ശരി. ജെൻസീസും മില്ലേനിയൽസുമാണ് രണ്ട് ഗ്രൂപ്പുകൾ. ഞാനും അനിയനും മില്ലേനിയൽസും, ബാനുവും മാളും ജെൻസീസും. നമുക്കൊന്ന് വിശകലനം ചെയ്യാം. നമുക്ക് ഇവിടെ നിന്ന് ഇനി പഴയ കാലം ചർച്ച ചെയ്യാം. ഞങ്ങളുടെ കുട്ടിക്കാലത്ത് ഞങ്ങളെന്ന് പറഞ്ഞാൽ ഇപ്പം ഞങ്ങൾ സംസാരിച്ചപ്പോൾ എൻ്റെയും ബാനുവും തമ്മിൽ നമ്മൾ ഇത്തിരി 10 വർഷത്തേക്ക് ഏജ് ഡിഫറൻസ് ഉണ്ടെങ്കിലും 10 കൂടുതലുണ്ടല്ലേ, 11 വയസ്സിന്റെ ഡിഫറൻസ് ഉണ്ടെങ്കിലും ഞങ്ങളുടെ ഗെയിംസ് ഒക്കെ സിമിലർ ആണ്. തേജേട്ടനും ഞാൻ നിങ്ങൾ എനിക്ക് തോന്നുന്നു ഒരേ 1996 to 2000 അതിന്റെ ഒരു ഡിഫറൻസ് കാണും അല്ലേ? പക്ഷെ ഞങ്ങൾ തമ്മിൽ 6 വയസ്സ് വ്യത്യാസമുള്ളൂ. പക്ഷെ തേജേട്ടൻ പറയുന്ന പലതും എന്റെ ചൈൽഡ്ഹുഡിൽ ഞാൻ മിസ് ചെയ്തിട്ടുള്ള ഗെയിം ചെയ്തു പറയാം. അതൊരു ഗ്രാമപ്രദേശത്തിന്റെ വ്യത്യാസം അല്ല, ബട്ട് സ്റ്റിൽ നമ്മളുടെ കുറച്ചുകൂടെ ഒരു പക്ഷെ നമ്മുടെ ആ ഏജിലുള്ള കുറെ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് കുറെ നമ്മളിങ്ങനെ ഇന്നോവേറ്റ് ചെയ്ത്, കാരണം ആ കാലത്ത് ഇങ്ങനെ മൊബൈലും ഒന്നും ഇല്ലല്ലോ, ടൈം പാസിന് വേറൊരു മാർഗവും ഇല്ല, ക്രിയേറ്റിവിറ്റി ആയിട്ട് ചിന്തിക്കും. പിന്നെ ഞങ്ങൾ രണ്ടുപേരും സിംഗിൾ ചൈൽഡിന്റെ വ്യത്യാസമുണ്ട്. ഞാൻ മാളുവിന്റെ അടുത്ത് പല ഇതിനെ പറ്റി പറയും. ചക്കുകളി നമ്മൾ പണ്ട് കളിച്ചില്ലേ, മറ്റേ ടൈൽസോ അല്ലെങ്കിൽ ഓടിന്റെ ഒക്കെ കഷ്ണം വെച്ചിട്ട് ഒരു കളത്തിൽ നിന്ന് അങ്ങേ കളത്തിലോട്ട് തട്ടിയിട്ടിട്ട്, അതൊന്നും മാളുവിന് പക്ഷെ അത്ര പരിചയമില്ല. ഒരു റിഫ്രഷ് ചെയ്യുന്ന ഒരു അവർ ഉണ്ട് നമുക്ക് വെള്ളിയാഴ്ച ഏറ്റവും ലാസ്റ്റ് PT hours ഉണ്ട്. അല്ല, അപ്പോഴേ ആ സമയത്ത് എല്ലാ കുട്ടികളും കൂടെ എന്തെങ്കിലും ഒക്കെ പ്ലാൻ ചെയ്ത്, കാരണം സ്കൂളിൽ അങ്ങനെ എന്തെങ്കിലും കളിക്കാനുള്ള സാധനമൊന്നും കാണില്ല, നമ്മൾ തന്നെ പോയി നമ്മൾ തന്നെ ഒന്ന് ഇമാജിൻ ചെയ്ത് നമ്മുടേതായ ഒരു വേൾഡ് ഉണ്ടാക്കി അവിടെ ഇങ്ങനെ കളിക്കുക, അല്ലെങ്കിൽ നാടകം ഉണ്ടാക്കും. പിന്നെ എനിക്കൊക്കെ ആണെങ്കിൽ ക്രിക്കറ്റ് കളിക്കുമ്പോൾ നമുക്ക് ബാറ്റ് ചിലപ്പോൾ മഡൽ ബാറ്റ് കളിച്ചോണ്ടിരിക്കുമ്പം പൊട്ടിപ്പോവും. അപ്പൊ നമ്മൾ ഇട്ട ചെരുപ്പ് തന്നെ കയ്യിലിട്ട് നമ്മൾ ബാറ്റായിട്ടൊക്കെ ചെയ്യും. അത് ഇപ്പൊ പൂട്ടിയെരുപ്പാണെങ്കിൽ അത് കയ്യിലിടും, എന്നിട്ട് അതുകൊണ്ട് ലോക്ക് അല്ല, നോർമൽ മറ്റേ സ്ലിപ്പർ ചെരുപ്പാണെങ്കിൽ ഇങ്ങനെ സ്പിരിറ്റിൽ ഇങ്ങനെ വരുമായിരിക്കും, കളിയുടെ സ്പിരിറ്റ് വരുമ്പോ നമുക്ക് അത് മിസ്സാക്കാനും തോന്നില്ല. പിന്നെ സ്കൂളിൽ നമ്മൾ ബാറ്റൊക്കെ കൊണ്ടുപോയി ഒളിപ്പിച്ചു വെക്കും, കാരണം സാറുമാര് കണ്ടു കഴിഞ്ഞാൽ അത് മറ്റേ ബാറ്റല്ല, മടലുകൊണ്ട് വെട്ടിയ ബാറ്റ്, സാറുമാരുണ്ടാ വഴക്കും പറയും. അപ്പൊ അങ്ങനെ ഇപ്പോഴല്ലേ ഇതിനെയൊക്കെ ഇത്രയും പ്രോത്സാഹിപ്പിക്കുന്നത്. വെറൈറ്റി ആയിട്ട് ഇങ്ങനെ ഓരോ കളികളുണ്ട് അല്ലേ? എന്തൊരു സംഭവം സാധനം കൈ കിട്ടിയാലും അത് വെച്ച് ഓരോ കളിയുണ്ട്. മറ്റേ ഉജാലയുടെ പാട്ട കിഴിച്ച് മറ്റേ സ്ലിപ്പറിന്റെ ഇതും വെട്ടി ടയറാക്കിയിട്ട് ഉരുട്ടിക്കൊണ്ടുപോകുന്ന ഒന്നുമില്ല, അത് അങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടുവരുന്ന കുട്ടികളുണ്ടായിരുന്നു. നമ്മളത് ഉരുട്ടിക്കൊണ്ടുപോകും. ഞാനിതൊക്കെ പറയുമ്പോ ഞാനേതോ പഴയ കാലത്തുനിന്ന് വന്നതാണ്. ഞാൻ പറയുമ്പോ ഇപ്പൊ നിങ്ങളുടെ സമയത്ത് ഏതൊക്കെ നിങ്ങളുടെ, എനിക്ക് കൊറേയൊക്കെ ഇവള് പറഞ്ഞറിയാം. പോയിട്ട് ഇറങ്ങുമ്പോ ഒന്നെങ്കിൽ സ്കൂൾ ബസ്, അല്ലെങ്കിൽ ഓട്ടോ, അല്ലെങ്കിൽ വാന്, അല്ലെങ്കിൽ അച്ഛനും അമ്മയും കൊണ്ടുവന്നാക്കും. ആ ഒരു ഇതല്ല. അപ്പോഴേ എന്തൊക്കെ കളികളായിരുന്നു ഉള്ളത്? ഹൈഡ് ആൻഡ് സീക്ക്, പിന്നെ ക്രോക്കഡൈൽ വാട്ട് കളർ ഡു യു വാണ്ട്, ഇത് ഇങ്ങനെ ക്രോക്കഡൈൽ വാട്ട് കളർ ഡു യു വാണ്ട് പറയുമ്പോ ഐ വാണ്ട് ബ്ലൂ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓടിപ്പോയി ബ്ലൂ തുടങ്ങും, അല്ലെങ്കിൽ അത് തൊടാത്ത ആളെ പിടിക്കും. അത് നമ്മൾ പണ്ട് ഡും ഡും മാലാഗ എന്നും പറഞ്ഞ ഒരു കളിയുണ്ടായിരുന്നു. എന്തിനു വന്നു നിറത്തിന് വന്നു, എന്തൊരു നിറം പറയത്തില്ല, എന്ത് നിറം പറയത്തില്ല, പറഞ്ഞേ പറ്റൂ, പറയത്തില്ല.
പിന്നെ നമ്മൾ സ്കൂളിൽ പോകുന്ന വഴിക്കും ഈ മറ്റേ മഴയുള്ള സമയത്ത് മറ്റേ ഈ ചെടിയിൽ ഇങ്ങനെ വെള്ളം അത് കണ്ണില് വെക്കുന്ന നല്ല തണുപ്പാ. അപ്പൊ അത് മഞ്ഞ് തുള്ളി ഇങ്ങനെ. പിന്നെ സ്ലേറ്റ് തുടക്കുന്ന മറ്റേ വെള്ള മഷിത്തണ്ട് കാണുന്ന ലാൽ ജോസ് സാറുടെ നീലത്താമരയിൽ ഇങ്ങനെ ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ ഇങ്ങനെ ഒരു ഷോട്ടില്ലേ, അത് നല്ല സുഖമാണ്, നല്ല സുഖമാണ്, കണ്ണിന് നല്ല തണുപ്പ് എനിക്ക് തോന്നുന്നു നമ്മുടെ ഒക്കെ ഇപ്പൊ അമ്മമാർക്ക് പേടിയായി അത് ഇതൊക്കെ ചെയ്തിന് വല്ല റോഡ്സുള്ള പക്ഷെ നമ്മളെന്തോ അങ്ങനൊന്നും വലിയായിട്ട്. പിന്നെ വേറുണ്ട് മറ്റേ മഞ്ഞ പൂ ഇങ്ങനെ അടിക്കുമ്പോ അത് ഇങ്ങനെ പൊട്ടുന്ന പണ്ട് തറവാട്ട് പോകുമ്പോ കേശോട്ടൻ നമ്മുടെ ചെമ്പരത്തി ഇങ്ങനെ തലകുത്തി. ഇത് മറ്റേ ചെറിയ മറ്റേ മഞ്ഞ അത് തന്നെ. പിന്നെ അതേപോലെ ഇതുണ്ടായിരുന്നു കാക്കാത്തിപ്പൂ ഇല്ലേ, കാക്കാത്തിപ്പൂ എന്ന് പറഞ്ഞാൽ ഒരു മഞ്ഞപ്പൂ, അതിന് നടുക്ക് ഇങ്ങനെ ബ്രൗൺ ഇതുണ്ട്. അതിൻ്റെ ഇത് പേനയുടെ അടപ്പ് വെച്ചിട്ട് നമ്മളിങ്ങനെ അടിക്കുമ്പോൾ എന്നിട്ട് പൊട്ടാക്കും അത്, എന്നിട്ട് അത് കുത്തിക്കൊണ്ട് കിടക്കും. പിന്നെ ഇങ്ങനെ കറങ്ങി പോകുന്നൊരു പൂവുണ്ട്, നമ്മള് സ്കൂളിൽ പോകുന്ന വഴിക്കില്ല കാവിന്ന് ഇങ്ങനെ വീഴും, ഇങ്ങനെ അതിങ്ങനെ കറക്കിയിട്ട് അത് കറങ്ങി ഇങ്ങനെ മറ്റേ റോസ് ഇതളുള്ള അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇതൊക്കെ മിസ് ചെയ്താണോ അതോ എന്താണ്? നമുക്ക് വേറെ എന്റർടൈൻമെന്റ് ഇല്ലാത്തോണ്ടായിരിക്കും. എന്റെ സമയത്തും ഞാൻ 6th പഠിക്കുമ്പോഴെന്തോണ് എനിക്ക് തോന്നുന്നു ടച്ച് സ്ക്രീൻ ഫോൺ. പിന്നെ ഇല്ല നാരങ്ങ കൊല മുന്തിരിങ്ങയൊക്കെ കളിച്ചു. അതുണ്ട് അത് ഞാൻ കളിച്ചിട്ട് എന്നെ കുട്ടികളുടെ ഇടയിലല്ല വിടുക, എന്നെ നമ്മുടെ വീടിന്റെ അടുത്തൊരു ആന്റി ഉണ്ട്, ആന്റിയുടെ അടുത്ത് എന്നെ വിടുക. അപ്പൊ ആന്റി എന്റെ കൂടെ ഈ കോല ഞങ്ങൾ രണ്ടുപേരും മാത്രം കളിക്കും. പിന്നെ കൊളങ്കര അതൊക്കെ ഓടുന്ന അങ്ങനെ അല്ല പുറകിലായാലും. പിന്നെ മാളു ഗോലി കളിച്ചിട്ടുണ്ടോ? ഗോലി നമ്മുടെ അവിടെ ഗോട്ടി എന്ന് പറയും, പക്ഷെ അത് ഗെയിം കളിച്ചിട്ടില്ല. എന്റെ ആഗ്രഹത്തിന് ഞാൻ കുറച്ച് വലുതായിട്ട് അച്ഛൻ മേടിച്ചത്, കാരണം ഇത് കുട്ടിയാവുമ്പോ വായയിലിട്ടാലോ എന്ന് പേടിച്ച് നമ്മള് വളരെ വാശിയേറിയ ഗോലികളി, തോക്കുന്നവർക്ക് ഞൊട്ടയിൽ അടിയിട്ട്. ഞാൻ എന്തിനാ മേടിച്ച അക്വേറിയത്തിൽ ഇടാൻ വേണ്ടി മേടിച്ചപ്പോ വെറുതെ ഇങ്ങനെ കടന്നിങ്ങനെ അല്ലാണ്ട്. പിന്നെ ഈ കോൺസെൻട്രേഷൻ കൂട്ടുന്ന കളികളുണ്ട്, ഈ കല്ല് ഇങ്ങനെ എടുത്ത്. അതിന് നമ്മുടെ സ്ക്വിഡ് ഗെയിമിൽ എന്തോ ഒരു പേരുണ്ടല്ലോ, കൂട്ടാൻ നമ്മള് കളിച്ചിട്ട് മറ്റേ മെമ്മറി ഗെയിമാണ്. അത് കോൺസെൻട്രേഷൻ അല്ല, മറ്റേ ഇപ്പൊ ഒരു ഫ്രൂട്ട്സിന്റെ പേര് പറഞ്ഞിട്ട് ഇപ്പൊ ആപ്പിൾ, എന്നിട്ട് പിന്നെ ഇതെങ്ങനെയാണെന്നറിയോ മാളു? ആദ്യം ഒരു കല്ലെടുക്കും, പിന്നെ 2 കല്ല് 3 കല്ല്, പിന്നെ ഫുള്ളും പെറുക്കി ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ വെച്ചിട്ട് പിന്നെ ഇങ്ങനെ പിടിക്കും. പിന്നെ അതേപോലെ വള വെച്ചിട്ട് ഓരോന്ന് ഇങ്ങനെ വിരലിലാക്കും. പണ്ട് കണ്ടിട്ടുണ്ട് എന്തോ വള പൊട്ടിക്കുമ്പോ ഒരു ടോപ്പ് വീണാൽ എന്തോ ഭാഗ്യെന്നോ അങ്ങനെ എന്തോ, അതെനിക്കറിയത്തില്ല. വേറെ ഈർക്കിലും കൊണ്ടുള്ള കളി, ഈർക്കിൽ ഇങ്ങനെ ഇട്ടിട്ട് അനങ്ങാതെ ഓരോ ഈർക്കലിടും. കൈ വിറയ്ക്കുന്നവർക്ക് പറ്റും. ഹൈഡ് ആൻഡ് സീക്ക് അത് പണ്ട്. പിന്നെ ഇത് അമ്മാനും ആടുമായിരുന്നു നാരങ്ങ ആൾക്കാരെ, അത് എനിക്ക് പറ്റത്തില്ല. പിന്നെ വേറെ ഇല്ല മറ്റേ വേറെ ഇത് കളിച്ചിട്ടില്ലേടി മറ്റേ മന്ത്രി രാജാവ് പോലീസ് കള്ളൻ, അതിങ്ങനെ പേപ്പറിൽ എഴുതി ഇട്ടിട്ട് കള്ളനായിട്ട് കിട്ടുന്നവരല്ലാത്ത പോലെ അഭിനയിച്ച് ആരാ കള്ളൻ. നെയിം പ്ലേസ് ആനിമൽ തിങ്, അത് സ്കൂൾ ഫ്രീ പീരീഡ് കിട്ടിക്കഴിഞ്ഞാൽ ബുക്ക് എടുക്കുക വരയ്ക്കുക, നെയിം പ്ലേസ് ആനിമൽ തിങ്, അതൊക്കെ നമ്മള് കളിച്ചിട്ടുണ്ട്. കോഴിത്തല പറഞ്ഞിട്ടൊരു ഗെയിം ഉണ്ട്, മീൻസ് ഇങ്ങനെ ഓരോരോ അതിന്റെ വേർഡ് സ്പ്ലിറ്റ് ചെയ്യും, എന്നിട്ട് ഇങ്ങനെ ഇപ്പം മീൻസ് ഒരു ഇതില് കോ അടുത്തത് എന്നിട്ട് അവസാനം ഈ കോഴിത്തല ഒരുമിച്ച് കിട്ടുന്നവർക്ക് 100 പോയിന്റ്, ഈ കോഴി മാത്രം കിട്ടുന്നവർക്ക് 50 പോയിന്റ്, തല കിട്ടുന്നവർക്ക് 20. അങ്ങനെ പേപ്പറിൽ അപ്പൊ 4 കോഴിത്തല എഴുതിയിടും. അങ്ങനെ അത് ഞാൻ കളിച്ചിട്ടില്ല. അങ്ങനെയൊക്കെ ഒരു. പിന്നെ വേറെ രസം എന്ന് പറഞ്ഞാൽ നമ്മള് മാടനടയിൽ പോയി പ്രാർത്ഥിക്കത്തില്ലേ അടി കിട്ടായിരിക്കാൻ, ചാണകം ചവിട്ടിയാൽ അടി കിട്ടുമെന്ന് വിചാരിക്കും. ഒറ്റമൈന അങ്ങനെയൊക്കെ ഓരോ വിശ്വാസം, അതൊക്കെ ഇപ്പോഴും ഉണ്ട്. ഒറ്റമൈന പാസ്. എന്റെ പിന്നെ നമ്മുടെ റെഡ് ലെറ്റർ എന്ന് പറഞ്ഞൊരു കളി ഉണ്ടായിരുന്നു, അത് സ്കൂളിൽ സ്ഥിരം കളിച്ചിരുന്നു. അതായത് ഇപ്പൊ റെഡ് ലെറ്റർ എ എന്ന് പറയും, അപ്പൊ നമ്മുടെ പേരില് എത്ര എ ഉണ്ടോ അത്ര സ്റ്റെപ്പ് നമുക്ക് എടുക്കാൻ പറ്റും. എന്നിട്ട് ഫസ്റ്റ് ക്യാച്ചറെ തൊട്ട് ഓടുക, അങ്ങനെയൊക്കെ ഒരു പേര്. അത് അയ്യോ
മറ്റേ ശീലാവിന്റെ പിന്നെ വേറെ ഉണ്ട് മറ്റേ ഒരു കറ വരുന്ന സാധനം ഇങ്ങനെ പൊട്ടിച്ചിട്ട് കുമിള വിടുന്നത്, ശീലാവിന്റെ ഇല മടക്കി പീപ്പി ആക്കുന്ന ഇതുണ്ടല്ലോ, അത് വെച്ച് നല്ലതായിട്ട് കൂടാൻ പറ്റും. ശബ്ദം കേക്ക് ശീലാന്തിയുടെ ഇല. ശീലാന്തിയുടെ പണ്ടത്തെ സൈക്കിളിന്റെ ഇടയിൽ എല്ലാം വെച്ചിട്ട് അങ്ങനത്തെ എല്ലാം അത് മറ്റേ കടകടാന്ന് സൗണ്ട് കേൾക്കും. ഇതുണ്ട് എനിക്ക് കേശോട്ടൻ പണ്ട് തറവാട്ട് പോണ സ്ഥലത്ത് ഈ അച്ചിങ്ങയില്ലേ തേങ്ങയുടെ മറ്റേ വെള്ളക്ക, അവിടെ അച്ചിങ്ങ പറയും. ഈ അച്ചിങ്ങയില് ഈർക്കില് കൊത്തിയിട്ട് കോല് വെച്ചിട്ട് അങ്ങനെ കളിക്കുമായിരുന്നു. അത് ചേച്ചിക്ക് അറിയത്തില്ലേ? ഒരിക്കലും കുത്തും വെള്ളക്കയില്, എന്നിട്ട് ഇങ്ങനെ മടക്കി കുത്തിയിട്ട് കറക്കുമ്പം ഇങ്ങനെ ഈർക്കില് പിടിച്ച് കറക്കും. ഈർക്കില് പിടിച്ച് കറക്കും, കട്ട 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 കട കടാന്ന് പറഞ്ഞ. അതെനിക്ക് കേശോട്ടം പണ്ട് അവിടെ തറവാട്ടില് പോണ സമയത്ത്. പിന്നെ നമ്മളില്ല ഇപ്പൊ ഇല്ല സോപ്പ് പതേ മുക്കി ഇങ്ങനെ ആക്കുന്നതിന് വരെ ശീലാന്തിയുടെ അല്ല, അത് വേറൊരു അല്ലേ, അത് കണ്ടാലേ എനിക്ക് അതിന്റെ പേരറിയാം. എനിക്കറിയാം, ഞൊട്ടയിലല്ലേ, ഞൊട്ടയിലെന്നല്ലയോ ഇങ്ങനെ ടക്കെന്ന് സൗണ്ടും കേൾക്കും. പശ വരും, അതിനകത്തുനിന്ന് ഇങ്ങനെ കറ എടുത്തിട്ട് നമ്മളിങ്ങനെ എടുത്ത് ഊതും. ഊതുമ്പോ പത വരും. അതിങ്ങനെ എടുത്തിട്ട് ഊതുമ്പോ ഊതും. എനിക്കത് ഇപ്പൊ നമ്മള് അതിങ്ങനെ പൊട്ടിച്ചിട്ട് ഇങ്ങനെ ഊതുമ്പോ ഇത് വരും. പക്ഷെ ചിലപ്പോ ഒറ്റപ്പാലത്തൊക്കെ തൊടിയില് കാണിക്കാം. ഞാൻ ഇതുണ്ടായിരുന്നു ഇപ്പൊ ഞങ്ങള് മാവിന്റെ ഇല വെച്ച് ബാഗ്, മറ്റേ ഓലയുടെ സാധനം മാവ് വെച്ചിട്ട് ഇങ്ങനെ എന്തൊക്കെയോ ഫോൾഡ് ചെയ്ത് ഇങ്ങനെ ഇതാക്കി ഒരു ബാഗ് പോലെ ആക്കാൻ പറ്റും. പല്ല് തേക്കും മാവിന്റെ ഇല. പിന്നെ എനിക്ക് പാമ്പ് ഇങ്ങനെ ഉണ്ടാക്കി മുടി കെട്ടുന്ന പോലെ. പിന്നെ നമുക്ക് കണ്ണാടി ഉണ്ടാക്കാം, വാച്ച് ഉണ്ടാക്കാം, പലതും ഉണ്ടാക്കാം. എന്നിട്ട് അതെല്ലാം ഇട്ടോണ്ട് പിള്ളേരില്ലല്ലോ അത് ഉരുട്ടിക്കൊണ്ടു. സൈക്കോ കളി ഉണ്ടായിരുന്നു. കളിയല്ല അത്, പണ്ട് ഈ നമ്മള് കൊതുവിന്, സൈക്കോ എന്ന് പറയാൻ പറ്റില്ല, ഉറുമ്പിനെയൊക്കെ കൊന്നു കഴിഞ്ഞാൽ ഞാൻ പുറത്ത് പോയിട്ട് കുഴിച്ചിട്ടിട്ട് ഞാൻ RIP അത് ഞാനും ചെയ്യും. കൊല്ലില്ല. ഇത് കാണുമ്പോ ഇല്ല രോമാഞ്ച ഫിലിമിലെ എലിയെ അല്ല, ഇത് കൊതു അല്ലെങ്കിൽ അങ്ങനെ ഉറുമ്പൊക്കെ മരിച്ചു കഴിഞ്ഞാല് എന്ത് ചെയ്യുന്നിട്ട് ചെറിയൊരു കുഴി ഇതാക്കി അവര് വെച്ച് ഞാനിട്ട് ഫേക്ക് ആയിട്ട് കരയൊക്കെ ചെയ്യും. ഞങ്ങള് കൊതുകിനെ ഉറുമ്പിനെ അല്ല, ഇത് പ്രാവ് അതൊക്കെ ചത്തുപോയല്ലേ. പ്രാവ് നമ്മുടെ അവിടെ ഒരു പ്രാവ് കിളി പ്രാവ് ഇഷ്ടം പോലെ മരിച്ചു. പാമ്പൊക്കെ വന്ന് ക്ലാസ് ഇരിക്കാൻ ഞാൻ കൊതുവിനൊക്കെയുള്ളു, കാരണം അതിനല്ലേ നമുക്ക് ഈസിലി എന്നിട്ട് ഇങ്ങനെ പോയിട്ട് അതിന് അതിന് വളരെ ഓണർ ചെയ്തിട്ട് ഞാൻ പറഞ്ഞു വിട്. എന്നിട്ട് ജനനം മരണം എന്നൊക്കെ ഇങ്ങനെ എഴുതി RIP ഇങ്ങനെ പേപ്പറിൽ എഴുതി വെക്കും. ഇല്ലേ, നീ അത്രയൊന്നും പോയിട്ടില്ല. അങ്ങനെ ഞങ്ങളുടെ അനുഭവങ്ങളും കളികളും എണ്ണമില്ലാതെ തുടരുകയാണ്. ഒരുപക്ഷെ ഇത് കുറേയേറെ നിങ്ങൾക്ക് മനസ്സിലാകാത്തവ കാണും, മനസ്സിലായോ കാണും. ചിലപ്പോൾ ഇതിനപ്പുറം ഓർമ്മകളും കളികളും നിങ്ങളുടെ മനസ്സിലൂടെ തെളിഞ്ഞു വന്നിട്ടുണ്ടാവും. എത്ര കളികളിൽ തോറ്റിട്ടും മുട്ടുകുട്ടിയും ഒക്കെയാണ് നമ്മൾ ഇത്ര വളർന്നത് അല്ലേ? ചുറ്റുമൊന്ന് കണ്ണുപിടിച്ച് കമ്മ്യൂണിസ്റ്റ് പച്ചയുടെ നീരൊക്കെ തൂത്തിട്ട് വീണ്ടും കളി തുടരും. അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു എന്നൊരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണിത്. അല്ലാതെ ലോകം മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ തിരിച്ചു പോവുകയൊന്നുമല്ല കേട്ടോ. ഒരു സ്ക്രീനിലൂടെ മാത്രം ലോകം കാണാതെ കുട്ടികൾ നമ്മുടെ ചുറ്റുമുള്ളതാണ് യഥാർത്ഥ ലോകമെന്ന് മനസ്സിലാക്കി കണ്ണു തുറന്നു നോക്കാനും സ്വപ്നം കാണാനും മറ്റുള്ളവരുടെ വിജയത്തെ സന്തോഷിക്കാനും സ്വയം തോൽക്കാനും ഒക്കെ പഠിക്കണ്ടേ? ഓരോ കളിയിലും എല്ലാ കുട്ടികളും സമന്മാരാണെന്നും ജയിക്കാനും തോൽക്കാനുമുള്ള അവസരം എല്ലാവർക്കും ഒരുപോലെയാണെന്നും അവർ മനസ്സിലാക്കണ്ടേ? ഇല്ലായ്മയുടെയും അല്ലായ്മയുടെയും ലോകത്ത് നിന്ന് ഏറെ മുന്നോട്ട് വന്നെന്ന് അഭിമാനിക്കുന്നവരാണ് നമ്മൾ. കുട്ടികൾക്ക് എത്ര മുന്തിയ ഭക്ഷണവും എത്ര വില കൂടിയ തുണിത്തരവും വാങ്ങിച്ചു കൊടുക്കാൻ നമ്മൾ സന്നദ്ധരാണ്. അവർക്കത് ചോദിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ നമ്മൾ കുട്ടികൾക്ക് കളിക്കാനും തുറന്നു ചിന്തിക്കാനും വായിക്കാനും ഉള്ള സ്വാതന്ത്ര്യം നമ്മൾ നിഷേധിക്കുകയാണ് ചെയ്യുന്നത്. എങ്ങനെയാണെന്നല്ലേ? ഒരു വീടിന്റെ ഇരുണ്ട മുറിയിലെ തിളങ്ങുന്ന സ്ക്രീനിലേക്കായി മാത്രം അവരുടെ ലോകം നമ്മൾ തളച്ചിടുന്നു. കുട്ടിക്കാലത്ത് പിച്ച വെച്ച് തുടങ്ങുമ്പോഴേ മൊബൈലും ലാപ്ടോപ്പും കയ്യിൽ കൊടുത്ത് അവരത് ഉപയോഗിക്കുന്നത് കണ്ട് നിർവൃത്തി അടയ്ക്കുകയും അവരുടെ ബുദ്ധി വളരെ വിശേഷപ്പെട്ടതെന്ന് അഭിമാനിക്കുകയും ചെയ്യുന്നവരാണ് നമ്മൾ. അങ്ങനെ ഒടുവിൽ അവരുടെ ലോകം ചിരിക്കാത്ത കമ്പ്യൂട്ടറിന്റെ ലോകം മാത്രമായി മാറും. കുട്ടികൾ ചിരിക്കാൻ പഠിക്കട്ടെ, നമ്മുടെ മുറ്റത്തും മൈതാനത്തും ഒക്കെ പാറി പറക്കട്ടെ. ഈ അവധിക്കാലത്ത് നമുക്ക് പ്രകൃതിയെ കണ്ണു തുറന്നു നോക്കി ക്ഷമയോടെ നിരീക്ഷിച്ച് പുതിയ കളികൾ മെനയാം. അക്രമവാസനകളില്ലാതെ എല്ലാ ജീവജാലങ്ങളോടും മമതയുണ്ടാകട്ടെ എന്ന് നമുക്ക് ആശിക്കാം. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.